ഹായ് വെൽക്കം ടു അവർ ചാനൽ BK808. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് IPL 2024 പ്ലേ ഓഫിൽ വന്ന ടീംസിൽ ആരാണ് കൂടുതൽ ശക്തരെന്നുള്ളതാണ്. അവർ ഓരോ ടീമിൻ്റെയും കുറിച്ചുള്ളൊരു വിലയിരുത്തലാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ നമ്മുടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4 ടീംസാണ് നമ്മുടെ പ്ലേ ഓഫിൽ കയറിയിട്ടുള്ളത്. KKR, SRH, RR, RCB. ബാക്കി എലിമിനേറ്റഡ് ആയ ടീമിനെ കുറിച്ച് മുൻപുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ KKRന് 20 പോയിൻറ്റ്സും SRHന് 17 പോയിൻറ്റ്സ്, രാജസ്ഥാൻ റോയൽസിന് 17 പോയിൻറ്റ്സ്, RCBക്ക് 14 പോയിൻറ്റ്സ്. ഇതാണ് ഒരു പോയിൻറ്റിൽ നിൽക്കുന്നത്. ഇതിൽ നമ്മൾ KKRനെ കുറിച്ച് പറയുകയാണെങ്കിൽ KKR ഫസ്റ്റ് മുതൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് കളിച്ചു വന്നത്. 1-2 ഗെയിംസ് അവർ പരാജയപ്പെട്ടെങ്കിൽ ബാക്കി എല്ലാ കളികളും വളരെ നല്ല രീതിയിൽ തന്നെ അവർ കളിക്കാൻ സാധിച്ചു. അവരുടെ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുകയും സെക്കൻഡ് പൊസിഷനിൽ നിന്ന് അവർ നേരെ ഫസ്റ്റ് പൊസിഷനിലോട്ട് വരികയും, എന്നാൽ ലാസ്റ്റ് 2 കളികൾ അവർക്ക് കളിക്കാൻ സാധിച്ചില്ല. GTയുടെയും അതുപോലെ RRനുടെയും 2 കളികൾ മഴ മൂലം തടസ്സപ്പെടുകയുണ്ടായി. അതുകൊണ്ട് അവർക്ക് അതിൽ ഓരോ പോയിൻ്റ് വീതമാണ് ലഭിച്ചത്. അങ്ങനെ 18 + 1 + 1 എന്നുള്ള രീതിയിലാണ് 20 പോയിൻറ്റ്സ് അവർ കിട്ടി. ഫസ്റ്റ് പോയിൻ്റ് അവർ സ്വന്തമാക്കി നിന്നത്. അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും അതുപോലെ തന്നെ RRും സെയിം പോയിൻറ്റ്സ് ആണ്. പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിന് റൺ റേറ്റ് കൂടുതലായതുകൊണ്ടാണ് അവർ സെക്കൻഡ് പൊസിഷനിലോട്ട് വന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഒരു ഓപ്പണിംഗ് ശക്തമാണ്, പക്ഷേ അവർ ചേസിങ്ങിൽ കൂടുതൽ ശക്തമല്ല താനും. അതുകൊണ്ട് അവർക്ക് ഒരു കൺസിസ്റ്റൻ്റായിട്ട് ഒരു വിജയങ്ങൾ ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും അവർ അത്യാവശ്യം എല്ലാ കളികളും നല്ല രീതിയിൽ കളിക്കുകയും ഒരു എന്താ പറയുന്നത് ഒരു ശക്തമായ സ്കോർ അടിച്ച് നേടാൻ സാധിക്കുന്ന ഒരു ടീമായി മാറുകയും ചെയ്തു. ഈ IPL തന്നെ റെക്കോർഡുകൾ അവർ തന്നെയാണ്. ഹയസ്റ്റ് സ്കോർ എന്നുള്ള റെക്കോർഡ് 2 സ്ഥാപിച്ചിരിക്കുന്നത്. 287 ഒക്കെ എടുത്തിട്ടുള്ളത് അവർ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അതിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ ഒരു ടീമിനും അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ സൺറൈസ് ഹൈദരാബാദ് പക്ഷേ അവർ ടീമിനെ കുറിച്ച് നമുക്ക് കൂടുതലായി അടുത്ത ഒരു സ്ലൈഡിൽ കാണാം. അടുത്ത RRനെ കുറിച്ച് പറയുകയാണെങ്കിൽ RR തുടർച്ചയായി എല്ലാ കളികളും വിജയിച്ച് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് RR ഒരു 8-9 കളികൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടർച്ചയായി പരാജയങ്ങളിലേക്ക് വരികയായിരുന്നു. 16 പോയിൻ്റ് നേടി പ്ലേ ഓഫിൽ ഏകദേശം ആദ്യമേ സ്ഥാനം ഏകദേശം ഉറപ്പിച്ചു എന്ന് കരുതിയിരുന്ന RR അതിനുശേഷമുള്ള കളികളിലെല്ലാം തുടർച്ചയായി പരാജയപ്പെടുകയായിരുന്നു. 1 റൺസിനാണെങ്കിലും കൂടുതൽ റൺസിനാണെങ്കിലും വളരെ നാടകീയമായ തോൽവികളായിരുന്നു രാജസ്ഥാൻ റോയൽസിന് പിന്നീടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് ടീം ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു തന്നെയാണ് പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് അവരുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് അവരുടെ പ്ലെയേഴ്സിനെ ഒന്ന് മാറ്റി പരീക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം മഹാരാജയെ പോലെ നല്ലൊരു ഓൾറൗണ്ടറും ബർഗറിനെ പോലെ നല്ലൊരു ബൗളേഴ്സ് ഉള്ളപ്പോൾ അവർക്കൊന്ന് ചാൻസസ് കൊടുക്കാതെ അവർ വീണ്ടും ബാക്കി പവലിനെ ആയാലും എല്ലാവരെയും ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോവുകയാണ്. പവലൊക്കെ പവർ ഹിറ്റിംഗ് ബാറ്റ്സ്മാൻ ആണെന്ന് പറയുമെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടൊരു പെർഫോമൻസ് പവൽ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാന ഗെയിം അവർക്ക് KKRുമായിട്ട് കളിക്കാൻ സാധിച്ചില്ല. മഴ കാരണം തടസ്സപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് 1 പോയിൻ്റ് നേടി അവർ 3rd പൊസിഷനിൽ റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3rd പൊസിഷനിൽ വന്നത്. അടുത്ത് നമ്മൾ RCBയെ കുറിച്ച് പറയുകയാണ് എങ്കിൽ RCB ഫസ്റ്റ് കളികളിൽ വളരെ വിമർശനം നേടിയ ഒരു ടീമാണ്. എല്ലാ കളികളും പരാജയപ്പെടുകയും എന്നാൽ പരാജയപ്പെട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഉള്ള കളികൾ വളരെ ശക്തമായി കളിക്കുകയും എല്ലാം നോക്കൗട്ട് പോലെ കളിച്ച് മുന്നേറി വരികയും ചെയ്ത ഒരു ടീമാണ് RR. അവസാന മാച്ചിൽ പോലും CSK വളരെ പോരാടി തന്നെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ധോനി ഒരു 6 അടിച്ചതിന് ശേഷവും അവർ പിന്നീട് കളി അവരുടെ കയ്യിൽ കൊണ്ടുവന്നു. ദയാൽ വളരെ ലാസ്റ്റ് 2 ബോളും വളരെ നല്ല രീതിയിൽ എറിയുകയും അവർക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തു. അപ്പം RCBയെ കുറിച്ച് പറയാൻ വളരെ ശക്തമായൊരു ടീമാണ്. RRന് വളരെ ശക്തമായൊരു പോരാളി തന്നെയാവും RCB. നമ്മൾ ഇനി നോക്കുന്നത് ഫസ്റ്റ് മാച്ച്, അതായത് ക്വാളിഫയർ 1ലേക്കാണ്. ക്വാളിഫയർ 1ൽ ബാറ്റിൽ ചെയ്യുന്നത് KKRും അതുപോലെ തന്നെ SRHും കൂടെയാണ്. രണ്ടും വളരെ ശക്തമായ ടീമാണ്. ഒന്നിനൊന്ന് തുല്യമായി നിൽക്കുന്ന ടീം തന്നെയാണ് KKRും SRHും എന്ന് പറയുന്നത്. KKRൻ്റെ ഒരു എടുത്ത് നോക്കുകയാണ് എങ്കിൽ നമ്മുടെ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി നയിക്കുന്ന വളരെ ശക്തമായ ഒരു ടീം തന്നെയാണ്
KKR. ഒരു ഫിയർലെസ് ആയിട്ടുള്ളൊരു ഗെയിമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. എന്നാൽ KKRനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും വലിയൊരു ട്രംപ് പ്ലെയർ എന്ന് പറയുന്നത് സുനിൽ നരേനാണ്. ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും ഒരേപോലെ നിന്നുകൊണ്ട് വളരെ ശക്തമായ പോയിൻ്റ് നേടി നിൽക്കുന്ന ഒരു പ്ലെയറാണ് സുനിൽ നരേൻ. KKRൻ്റെ ഒരു ലക്ക് തന്നെയാണ് സുനിൽ നരേൻ എന്നൊരു പ്ലെയറിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത്. അതുപോലെ KKRൽ ഇപ്പോൾ അവർ ഓപ്പണിംഗ് ആയ സുനിൽ നരേനും ഫ്ലിപ്പ് സോൾട്ടുമാണ് ഇപ്പോൾ അവരെ ശക്തമായി. എന്നാൽ ഫ്ലിപ്പ് സോൾട്ട് ഇനിയുള്ള കളികൾ കളിക്കില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. തിരിച്ച് ഹോമിൽ ഗ്രൗണ്ടിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതാണ് KKRനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അടുത്ത ആരാകും ആ പൊസിഷനിൽ വരിക എന്നുള്ളതാണ്. ഗർബസ് ആണോ വെങ്കടേഷ് അയ്യരാണോ? കാരണം അവർക്ക് അതിനുശേഷം പി സോൾട്ട് പോയതിനു ശേഷം പുതിയൊരു ഓപ്പണിംഗ് പേരിനെ അവർക്ക് ഇറക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അവസാനമുള്ള 2 കളികളും മഴ കാരണം തടസ്സപ്പെട്ടത് കൊണ്ട് തന്നെ ഈ പ്ലേ ഓഫിലാകും അവരാരെയാണ് പരീക്ഷിക്കുക എന്നുള്ളതിനെക്കുറിച്ച്. ഗർബസ് എത്രത്തോളം വിജയിക്കുമെന്നുള്ളതും അല്ലെങ്കിൽ വെങ്കടേഷ് അയ്യർ അതിനുശേഷം ഇറങ്ങുമ്പോൾ എത്രത്തോളം വിജയിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിനുശേഷം പിന്നെ അവർക്ക് പറയാനുള്ളൊരു ടീംസ് എന്ന് പറയുന്നത് ആൻഡ്രൻ റുസലായാലും എല്ലാവരും വളരെ ശക്തമായൊരു ടീം തന്നെയാണ് KKR. അതുകൊണ്ട് തന്നെ KKRന് ഈ ഒരു ഗെയിമിൽ SRHനോട് പൊരുന്നത് എത്രത്തോളം ഇതായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. പിന്നെ ഈ ഒരു ക്വാളിഫയർ 1നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ജയിക്കുന്ന ടീം ഡയറക്റ്റ് ഫൈനലിലേക്ക് പോവുകയാണ്. സോ KKR ആയിരിക്കും SRH ആയിരിക്കും നമുക്ക് കണ്ടറിയാം. അതേസമയം ഇതിൽ പരാജയപ്പെട്ടാലും അവർക്ക് വീണ്ടും ഒരു ചാൻസ് ഉണ്ട്. അവർക്ക് നേരെ ക്വാളിഫയർ 2ലേക്ക് അവർ സെലക്ട് ആകുകയാണ്. സോ KKRനെ SRHനെ സംബന്ധിച്ച് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഗെയിം തന്നെയായി. നെക്സ്റ്റ് ടീം എന്ന് പറയുന്നത് SRH ആണ്. SRHനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാറ്റ് കുമിൻസ് അവർക്ക് കിട്ടിയ നല്ലൊരു ക്യാപ്റ്റൻസി തന്നെയാണ്. SRHനെ ടീമിന് നല്ലൊരു ക്യാപ്റ്റൻ ഇല്ലായിരുന്നു, നല്ലൊരു പ്ലെയേഴ്സ് ഇല്ലായിരുന്നു. പക്ഷേ SRHൽ പാറ്റ് കുമിൻസിനെ കൊണ്ട് നല്ല രീതിയിൽ ടീമിനെ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് അവരുടെ ഓപ്പണേഴ്സാണ്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. ആരാണ് കൂടുതൽ റൺസ് എടുക്കുക അല്ലെങ്കിൽ ആരാണ് കൂടുതൽ സ്കോർ ചെയ്യുക എന്നുള്ളൊരു മത്സരത്തിലാണ് രണ്ടുപേരും ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് രണ്ടുപേരും ഹിറ്റ് ആൻഡ് മിസ് പ്ലെയേഴ്സാണ്. അതായത് അവർക്ക് നിന്ന് ഡിഫെൻഡ് ചെയ്ത് കളിക്കുക എന്നൊരു ചിന്തയില്ല, വരിക മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ടീം 2 പ്രാവശ്യം റെക്കോർഡ് സ്കോർ ബ്രേക്ക് ചെയ്തതും. നമുക്കറിയാം ലക്നോയെയും അവർ തോൽപ്പിച്ചത് വളരെ 164 എടുത്ത് നിന്ന് ലക്നോയെ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ 9.2 ഓവേഴ്സിലാണ് അവർ ആ റൺസ് സ്കോർ ചെയ്തത്. വളരെ ശക്തമായ ഒരു ടീം തന്നെയാണ്. എന്നാൽ ചേസിങ്ങിൽ മിക്കപ്പോഴും പരാജയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ടീമിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ടീമിലുള്ള എല്ലാ പ്ലെയേഴ്സും ഈ 2 പ്ലെയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതായത് ട്രാവിസ് ഹെഡും പിന്നെ അഭിഷേക് ശർമ്മയും കളിച്ചാൽ എല്ലാ കളിക്കാരും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയും എന്നാൽ ഇവർ രണ്ടുപേരും ഔട്ടാവുകയാണ് എങ്കിൽ ടീമിൻ്റെ നില വളരെ ഗുരുതരമാവുകയും ചെയ്യും. ആരെങ്കിലും ഒരാളാണ് ഔട്ടാവുന്നതിൽ കൂടി കുഴപ്പമില്ല. അടുത്ത ഇറങ്ങുന്ന നമ്മുടെ ക്ലാസൻ എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു പ്ലെയറാണ്, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ ക്ലാസൻ അതിനെ കൂടെ നിർത്തിക്കൊണ്ട് പോകാനായിട്ട് ക്ലാസിന് സാധിക്കുന്നുമുണ്ട്. എന്നാൽ ഈ ഇവർ 3 പേരും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലെയർ അതുപോലെ അടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറയാനായിട്ട് SRHന് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പോരായ്മ. അതുകൊണ്ട് SRHന് KKRന് മേളിൽ എത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ കഴിയും അല്ലെങ്കിൽ KKRന് SRHൻ്റെ മേളിൽ എത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ കഴിയും എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും ഈ മത്സരത്തിൽ ക്വാളിഫയർ 1ലെ വിജയിയാവുക എന്നുള്ളത് തന്നെ. സോ ക്വാളിഫയർ 1ൽ SRH വിജയിയാകുമോ അല്ലെങ്കിൽ KKR വിജയിയാകുമോ എന്നുള്ളത് നമുക്ക് ഇന്ന് തന്നെ കണ്ടറിയാൻ സാധിക്കും. സോ അതിനുശേഷം അവർ വിജയിയായി കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് ഫൈനലിലേക്ക് പോകുകയും ഇല്ലെങ്കിൽ ക്വാളിഫയർ 2ലേക്ക് വരികയും ചെയ്യും. നെക്സ്റ്റ് മാച്ച് എന്ന് പറയുന്നത് എലിമിനേറ്റർ മാച്ചാണ്. എലിമിനേറ്റർ മാച്ചിൽ 2 ടീംസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസും അതുപോലെ തന്നെ RCB ആണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ RCBയും രണ്ടുപേരും വളരെ ശക്തമാണെങ്കിലും RR ഒരു ടോട്ടലായിട്ടൊരു എന്താണ് സിറ്റുവേഷൻ അറിഞ്ഞിടാത്ത രീതിയിലാണ് RR നിൽക്കുന്നത്. ഒരു കൺഫ്യൂഷൻ ഒരു സ്റ്റേജിലാണ് RR. സഞ്ജു സാംസങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഞ്ജു സാംസങ്ങും കുറച്ച് കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ടോട്ടലായിട്ട്. ആ ടീം അതൊന്ന് റിക്കവർ ചെയ്ത് നല്ല രീതിയിൽ കളിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ RCBയുടെ കാര്യം വിരാട് കോഹ്ലിയും ഡുപ്ലക്സും വളരെ നല്ല ഫോമിലായതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് വളരെ ശക്തമായ മാച്ച് തന്നെയായിരിക്കും. അവർക്ക് വേറൊരു ഓപ്ഷൻ കൂടിയില്ല. ഇതിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ ക്വാളിഫയർ 2ലേക്ക് പോകാൻ സാധിക്കും. മറ്റേ ടീം എലിമിനേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുമാത്രമല്ല ഇതിൽ ജയിക്കുന്ന ടീമിന് അടുത്തൊരു ടീമിനെ നേരിടേണ്ടി വരുന്നത് വളരെ ശക്തമായ ടീം തന്നെയായിരിക്കും. ഒന്നുകിൽ KKR അല്ലെങ്കിൽ SRH, അതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി കളിക്കേണ്ടതും ആവശ്യം തന്നെയാണ്.
അതിന് നമ്മൾ ആറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഞ്ജു സാംസണാണ് ക്യാപ്റ്റനായിട്ടുള്ളത്. അപ്പോൾ സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസിയെ വളരെ എല്ലാവരും പൊരുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ടീമിൻ്റെ ഒരു സെലക്ഷൻ പോരായ്മയുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം പവലൊക്കെ പവർ ഹിറ്റർ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞു വരുന്നതല്ലാതെ അത്രത്തോളം പവർ ഹിറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ്. അവർക്ക് വളരെ നല്ല ഓൾറൗണ്ടേഴ്സും ബൗളേഴ്സും ഒക്കെ ഉണ്ട്. അവരാരേക്കും ചാൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആറിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായി കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ജോസ് ബട്ട്ലർ ഈ കളിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ജോസ് ബട്ട്ലർ തിരികെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഓപ്പണറായ കട്മോറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാൽ ജയ്സ്വലിൻ്റെ ഫോം ഇല്ലായ്മ ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ്. ജയ്സ്വൽ വെറുതെ ആവശ്യമില്ലാത്ത ഷോട്ടുകൾ കളിച്ച് ഔട്ടാവുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാച്ചിൽ മാത്രമാണ് നല്ല രീതിയിൽ ജയ്സ്വലിന് കളിക്കാൻ സാധിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ അതിനുശേഷം ഇറങ്ങുന്ന പരാഗ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പണേഴ്സായ കട്മോർ തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസം. അതിനുശേഷം ജയ്സ്വലും കട്മോറും കൂടെ ഓപ്പൺ ചെയ്യും. അതിനുശേഷം ഇറങ്ങുന്ന വൺ ഡൗൺ ഇറങ്ങുന്ന സഞ്ജു സാംസണും ഒരു ഫോം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ സെക്കൻഡ് ബാറ്റിങ്ങിലാണ് അവർക്ക് ഫോം കണ്ടെത്താൻ പാടാ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. എന്നാൽ പരാഗിനെ സംബന്ധിച്ചിടത്തോളം പരാഗ് കഴിഞ്ഞ സീസണിൽ വളരെ ഫെയിലർ ആയിരുന്നെങ്കിൽ ഈ ഒരു സീസണിൽ വളരെ നിർണായകമായ കളികൾ ജയിപ്പിച്ച് ആറിനെ രക്ഷപ്പെടുത്തിയെന്നതും കാണാൻ സാധിക്കുന്നു. അവർ ഏതെങ്കിലും ഒരു പ്ലെയർ അത്യാവശ്യം എല്ലാ കളികളിലും ഫോം ആവാറുണ്ട് എങ്കിലും അവരുടെ മിഡിൽ ഓർഡർ തീരെ ടോപ്പ് ഓർഡർ വളരെ ശക്തമാണെങ്കിലും മിഡിൽ ഓർഡർ തീരെ ശക്തമല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനിയെങ്കിലും അവർ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യം ഇരിക്കുന്നു. കാരണം ഇനിയിപ്പോൾ മാറ്റി ഒന്ന് ട്രൈ ചെയ്യുന്നത് തന്നെ വളരെ റിസ്ക് ആണെങ്കിൽ പോലും റിസ്ക് എടുക്കാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ള രീതിയിലാണ് കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം പരാഗിന് ശേഷം ഇറങ്ങുന്ന ജുറലാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനുശേഷം അതുപോലെ തന്നെ പവലാണെങ്കിലും ഒരു പവർ ഹിറ്റൊന്നും കാണുന്നില്ല. ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒന്ന് മാച്ച് പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഹെഡ്മെയറിൻ്റെ അഭാവം വളരെ രീതിയിൽ ടീമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഹെഡ്മെയർ തിരിച്ച് അടുത്ത കളിയിൽ വന്ന് തിരിച്ച് ടീമിൽ ജോയിൻ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇഞ്ചുറീസ് കാരണം റെസ്റ്റിലാണ് ഹെഡ്മെയർ. അതുപോലെ തന്നെ മഹാരാജനെയും അതുപോലെ ബർഗറിനെയൊക്കെ ടീമിലെടുക്കേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നു. ഇമ്പാക്ട് പ്ലെയർ ആയിട്ടൊക്കെ എടുത്ത് അവരെ ഒന്ന് മഹാരാജിനെ പോലുള്ള ഓൾറൗണ്ടേഴ്സിനെയും കൂടെ ടീം ഉൾപ്പെടുത്തി കളിക്കേണ്ടത്. അതിനൊക്കെ തന്നെ അബ്ദുൽ മുസ്താഖ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. നല്ലൊരു ഡൊമസ്റ്റിക് പ്ലെയറാണ്. പക്ഷേ ഇതുവരെ ടീമിലൊരു അവസരം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരം തന്നെയാണ്. അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ RCB ആണ്. RCBയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡുപ്ലക്സിൻ്റെ ക്യാപ്റ്റൻസിയിൽ RCB വളരെ ശക്തമായി മുമ്പോട്ട് പോവുകയാണ്. ആദ്യം വളരെ വിവാദപരമായ കുറേ വിമർശനങ്ങളൊക്കെ കേട്ടിരുന്നു എങ്കിൽ പോലും ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടി നൽകിക്കൊണ്ട് ബാക്കിയുള്ള കളികളിൽ നിരന്തരമായി വിജയിച്ച് മുന്നേറി വരുന്നതാണ് RCB ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡുപ്ലക്സും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് തന്നെ വളരെ ശക്തം തന്നെയാണ്. അവർ രണ്ടുപേരും നല്ല രീതിയിൽ മാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലിയെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളൊക്കെയാണ് വന്നിരുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമുള്ള എല്ലാ കളികളിലും വിരാട് കോഹ്ലി വളരെ നല്ല രീതിയിലാണ് ബാറ്റ് ചെയ്തിട്ടുള്ളത്. വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് പറയുന്നത് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് അത്ര പോലും കാഴ്ച വയ്ക്കാതെ നിൽക്കുമ്പോൾ ഈ ഒരു പ്ലെയർ നിന്നാണ് ഇത്രയും ഒരു നല്ലൊരു ബാറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം തിരിച്ച് അതിനൊരു ഇതായി നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത്രയും നല്ലൊരു പ്ലേ ആണ്. കഴിഞ്ഞ കളിയിലാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിലാണ് വിരാട് കോഹ്ലി ബാറ്റ് ചെയ്തത്. വളരെ നിർഭാഗ്യവശാൽ ഒരു ഔട്ട് സംഭവിക്കുകയുണ്ടായി. അതാണ് വിരാട് കോഹ്ലി ഔട്ടായത് വളരെ ഇതായിപ്പോയായിരുന്നു. എന്നിരുന്നാലും വളരെ നല്ല രീതിയിലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. പിന്നെ RCBയുടെ ഓപ്പണിംഗ് തന്നെയാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും അവരുടെ ഫോമായി കഴിഞ്ഞാൽ തന്നെ RCBയുടെ പകുതി ഇഷ്യൂസ് മാറി എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മാക്സ്വെൽ കഴിഞ്ഞ കളികളിൽ നിന്നും ഒരു ഫോമായി വരുന്നില്ല എങ്കിൽ കൂടി കഴിഞ്ഞ കളിയിലും ബാറ്റിംഗ് വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ലായിരുന്നു. എന്നാൽ ബൗളിങ്ങിൽ മാക്സ്വെലിന് ഫസ്റ്റ് ഒരു ക്രൂഷ്യൽ ഒരു വിക്കറ്റ് എടുക്കാൻ സാധിച്ചു ഫസ്റ്റ് തന്നെ എന്നുള്ളത് ഏറ്റവും വലിയൊരു ഇത് തന്നെയാണ്. കാരണം ഒരു ചേസ് ചെയ്യാൻ ഇറങ്ങുന്ന ടീമിന് ഒരു ശക്തമായ സ്കോർ ഉണ്ടായിരുന്നു. ആ ചേസ് ചെയ്യാൻ ഇറങ്ങുന്ന ടീമിൻ്റെ ഫസ്റ്റ് ബോളിൽ തന്നെ ഒരു വിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ തന്നെയാണ്. ആ ഒരു വിക്കറ്റോടെയാണ് ചെന്നൈ മൊത്തത്തിൽ തകർന്നു പോയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. സോ നമുക്ക് നോക്കാം ഇതിൽ ആരാണ് RCBയും RR തമ്മിലുള്ള മാച്ചിൽ നിന്ന് ആരാണ് നെക്സ്റ്റ് ക്വാളിഫയർ
2 കടക്കുക എന്നുള്ളത് രണ്ടുപേർക്കും വളരെ ശക്തമായ ഇത് തന്നെയാണ്. സോ 4 ടീമും വളരെ ശക്തമായ ടീം തന്നെയാണ്. നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഏതൊക്കെ ടീമാണ് ഫൈനലിൽ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്തായാലും KKR അല്ലെങ്കിൽ SRH എന്തായാലും ഫൈനലിൽ കാണുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ക്വാളിഫയർ 2 ആര് വിജയിക്കും എന്നുള്ളതും വളരെ ശക്തമായ ചോദ്യം തന്നെയാണ്. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos and more updates. Thank you.